ട്രംപിന്റെ എടുത്തുചാട്ടം ആത്മഹത്യാപരം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ട്രംപും ഇലോണ് മസ്കും കണക്കുകൂട്ടിയ വഴിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ട്രംപിന്റെ പരസ്പരവിരുദ്ധമായ പ്രഖ്യാപനങ്ങളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും മറ്റു രാഷ്ട്രങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങളും യുഎസ് സമ്പദ്വ്യവസ്ഥയെ അസ്ഥിരമാക്കുകയാണ്. പ്രതികാര തീരുവ നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമൂഴം അധികാരമേറ്റതു മുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പകരത്തിനു പകരം തീരുവ, റെസിപ്രോക്കൽ താരിഫ് അതേപടി നടപ്പാക്കുകയാണെങ്കിൽ ഇനി മേലില് വിഡ്ഢി ദിനം ഏപ്രിൽ 2 അത്രമേല് വിനാശകരമായ സാമ്പത്തിക മണ്ടത്തരത്തിലേക്കാണ് ട്രംപും സംഘവും ഇന്ന് ഏപ്രിൽ 2 എടുത്തുചാടാൻ പോകുന്നത്. ചൈനക്കും മെക്സിക്കോക്കും കാനഡക്കും ഇന്ത്യക്കുമെതിരെ കടുത്ത തീരുവ ചുമത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ട്രംപ് അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടുന്ന മുഴുവൻ രാഷ്ട്രങ്ങൾക്കുമേലും പ്രതികാര തീരുവ ചുമത്തുമെന്ന് പിന്നീട് മാറ്റിപ്പറഞ്ഞു. താന് അധികാരമേറ്റ് മണിക്കൂറുകൾ പിന്നിടും മുമ്പ് ചൈനയെയും കാനഡയെയും പാഠം പഠിപ്പിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഭീഷണി മുഴക്കിയത്. ലോകത്ത് ഏറ്റവും ഭീമമായ തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ഇന്ത്യക്കുമേൽ അദ്ദേഹം ആക്ഷേപം ചൊരിഞ്ഞു. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് പിറകെ യുഎസ് ഓഹരി വിപണി കൂപ്പുകുത്തിയതോടെ സ്വരം മയപ്പെടുത്താൻ ട്രംപ് നിർബന്ധിതനായി. എല്ലാവർക്കും സാവകാശം നൽകുകയാണെന്നും ഏപ്രിൽ 2 മുതലായിരിക്കും റെസിപ്രോക്കൽ താരിഫ് പ്രവർത്തനക്ഷമമാകുകയെന്നും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 2 യുഎസിന്റെ സ്വാതന്ത്ര്യ ദിനമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല. ഇന്ന് മുതൽ വരുമെന്ന് പറയുന്ന തീരുവ നയം ആരെയൊക്കെ ബാധിക്കും? ഏതൊക്കെ രാജ്യങ്ങൾ യുഎസുമായുള്ള വ്യാപാരത്തിൽ മാറ്റങ്ങൾ വരുത്തും? തീരുവ ആക്രമണത്തെ നേരിടാൻ ആഗോള കൂട്ടായ്മകൾ എന്തൊക്കെ പ്രതിരോധ നടപടികളാകും കൈക്കൊള്ളുക? അതത് രാജ്യങ്ങൾ സ്വന്തം ഉത്പാദകരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതിക്ക് മേലെ നിയന്ത്രണം കൊണ്ടുവരാനാണ് പ്രധാനമായും തീരുവ ചുമത്തുന്നത്. ചില ഉത്പന്നങ്ങൾ രാജ്യത്തേക്ക് കടന്നുവരുന്നത് നിയന്ത്രിക്കണമെന്ന് ബോധ്യപ്പെടുമ്പോഴും ഇറക്കുമതി തീരുവ കൂട്ടുന്നു. പൊതുധനകാര്യത്തിലെ പ്രധാന ഇനമാണ് ഇറക്കുമതി തീരുവ. സ്വതന്ത്ര വ്യാപാരത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും കാലത്ത് താരിഫ് രാജ് ഒരു മോശം സാമ്പത്തിക നയമായി മാറി. ഇന്ത്യയടക്കം സർവ്വരാജ്യങ്ങളും ഉയർന്ന താരിഫിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങി. രാജ്യങ്ങൾ തമ്മിലും രാഷ്ട്ര കൂട്ടായ്മകൾക്കിടയിലും ഒപ്പുവെക്കുന്ന കരാറുകളും നീക്കുപോക്കുകളും ഇറക്കുമതി തീരുവകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. അപ്പോഴും മിക്ക രാജ്യങ്ങളും താരിഫ് പരിപൂർണമായി എടുത്തുമാറ്റിയിട്ടില്ല. എടുത്തുമാറ്റുന്നത് ശരിയുമല്ല. മറ്റ് രാജ്യങ്ങൾ കുറഞ്ഞ വിലക്ക് വിൽക്കാവുന്ന വസ്തുക്കൾ സ്വന്തം മണ്ണിൽ ഡംപ് ചെയ്യുമ്പോൾ ഒരു രാജ്യവും നോക്കി നിൽക്കില്ല. ഈ സാമ്പത്തിക യാഥാർത്ഥ്യത്തെയാണ് ട്രംപ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കുന്നത്. എല്ലാവരും അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുകയാണെന്നും ഈ ഏർപ്പാട് ഇനി നടക്കില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. പ്രതികാര തീരുവ ചുമത്തി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുകയാണ് തന്റെ ദൗത്യം. ചൈനയടക്കമുള്ള രാജ്യങ്ങൾക്ക് യുഎസുമായി വ്യാപാരം തുടരണമെങ്കിൽ 25 മുതൽ 50 വരെ % അധിക തീരുവ നൽകേണ്ടിവരും. ഇങ്ങനെ ഈടാക്കുന്ന അധിക തീരുവ ഉപയോഗിച്ച് അമേരിക്കക്കാർക്ക് നികുതി ഇളവുകൾ നൽകുമെന്നും ട്രംപ് പറഞ്ഞുവെക്കുന്നു. എന്നാൽ ട്രംപും അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേശകന് ഇലോണ് മസ്കും കണക്കുകൂട്ടിയ വഴിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ട്രംപിന്റെ പരസ്പരവിരുദ്ധമായ പ്രഖ്യാപനങ്ങളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും അവയ്ക്ക് മുകളിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങളും മറ്റ് രാഷ്ട്രങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങളും യുഎസ് സമ്പദ്വ്യവസ്ഥയെ അസ്ഥിരമാക്കുകയാണ്. പ്രതികാര തീരുവ നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കന് മാഗ്നിഫിസന്റ് 7 എന്നറിയപ്പെടുന്ന 7 കമ്പനികൾ വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, എൻവിഡിയ, ആൽഫബെറ്റ്, ആമസോണ്, മെറ്റ എന്നീ ടെക് ഭീമന്മാർക്ക് മാർക്കറ്റിൽ നഷ്ടമായത് $750 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. വലിയ നഷ്ടം നേരിട്ടത് ആപ്പിളാണ്. താരിഫ് വർധനയുണ്ടാക്കുന്ന കെടുതി മറ്റു രാജ്യങ്ങളെക്കാൾ അനുഭവവേദ്യമാകാൻ പോകുന്നത് യുഎസിൽ തന്നെയാണ്. ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ വസ്തുക്കൾക്കും വില കൂടും. പണപ്പെരുപ്പ നിരക്ക് കുത്തനെ കുറക്കുമെന്ന് വാഗ്ദാനം നൽകിയ ട്രംപില് അമേരിക്കന് ജനതയ്ക്ക് വലിയ ഇച്ഛാഭംഗമാകും ഇതുണ്ടാക്കുക. യൂറോപ്യൻ രാജ്യങ്ങള്, കാനഡ, മെക്സിക്കോ, ചൈന, ജപ്പാന്, പെട്രോളിയം, പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങള് എല്ലാവരും യുഎസുമായുള്ള വ്യാപാര ബന്ധത്തിൽ നിന്ന് സാവധാനം പിറകോട്ടു പോകുകയാണ്. ഇന്ത്യൻ രൂപയുമായി ഡോളറിന്റെ നില ഇപ്പോഴും മെച്ചപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിലും വിനിമയ രംഗത്ത് ഡോളർ ക്ഷീണിക്കാൻ വ്യാപാര നഷ്ടം കാരണമാകും. നിർമ്മിത വസ്തുക്കൾ മാത്രമല്ലല്ലോ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത്. അസംസ്കൃത വസ്തുക്കളുണ്ട്, സ്പെയർ പാർട്സുകളുണ്ട്. തീരുവ യുദ്ധം ഇവയുടെ കടന്നുവരവിനെയും ബാധിക്കും. തീരുവ യുദ്ധം സൃഷ്ടിക്കുന്ന വിലക്കയറ്റത്തിന്റെ ഗുണഭോക്താക്കളാകാൻ ഉത്പാദകര് പൂഴ്ത്തിവെപ്പ് തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ചുരുക്കത്തിൽ ആഗോള വ്യാപാര രംഗത്തും അമേരിക്കൻ ആഭ്യന്തര രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന തീരുമാനത്തിലേക്കാണ് ട്രംപ് ഭരണകൂടം എടുത്തുചാടുന്നത്. അന്താരാഷ്ട്ര വ്യാപാര മര്യാദകൾ ആരെങ്കിലും ലംഘിക്കുന്നുണ്ടെങ്കിൽ കൂടിയാലോചനകളിലൂടെ അത് പരിഹരിക്കാവുന്നതാണ്. അതിനു പകരം ഏകപക്ഷീയമായ നീക്കങ്ങൾ ആത്മഹത്യാപരമാണ്.
യുഎസിനെ മാന്ദ്യത്തിലേക്ക് നയിക്കുന്നതാകും ഈ തീരുമാനം. സ്വാഭാവികമായും ഇന്ത്യയടക്കം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളിലും മാന്ദ്യപ്രവണതകളുണ്ടാകും. ഈ ഭ്രാന്തന് നയത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയില്ലെങ്കിൽ രാഷ്ട്ര കൂട്ടായ്മകള് ബദല് പ്രതിരോധ നീക്കങ്ങള് ശക്തമാക്കണം.